വലിയ സാമ്രാജ്യത്തിന്റെ പതനം തുടങ്ങുന്നത് ശത്രുക്കളുടെ ആക്രമണം കൊണ്ടല്ല, മറിച്ച് സ്വന്തം കോട്ടയ്ക്കുള്ളിൽ നിന്നും ഉയരുന്ന വഞ്ചനയുടെയും അഴിമതിയുടെയും പുകപടലങ്ങൾ കൊണ്ടാണ്. മഹാഭാരതത്തിൽ പാണ്ഡവർക്കായി വിശ്വകർമാവ് നിർമ്മിച്ച മായാസഭയിൽ സർവ്വതും എന്റേതാണ് എന്ന് അഹങ്കരിച്ച ദുര്യോധനൻ നിഴലും നീരും തിരിച്ചറിയാതെ വീണുപോയ പോലെ ഒരു കാഴ്ചയ്ക്കാണ് ഇന്ന് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം അഴിമതിമുക്ത ഇന്ത്യ എന്ന BJPയുടെ പൊള്ളയായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ ഭരണകൂടത്തിന്റെ കപടമുഖം വലിച്ചുകീറുന്ന ഒന്നായി മാറുകയാണ്. ക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ് എഴുതിയ ആ 9 പേജുള്ള തുറന്ന കത്ത് കേവലം ഒരു തർക്കത്തിന്റെ രേഖയല്ല, നരേന്ദ്രമോദിയുടെയും BJP സർക്കാരിന്റെയും അഴിമതി രഹിത പ്രതിച്ഛായയെ കടപുഴക്കിയെറിയുന്ന സ്ഫോടക വസ്തുവായിരുന്നു. ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ നിർണായക തീരുമാനങ്ങളും പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും നിർമ്മാണ കമ്മിറ്റി അധ്യക്ഷനുമായ നിപേന്ദ്ര മിശ്രയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് നടന്നത് എന്ന വെളിപ്പെടുത്തലെത്തിയത് നേരിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെയായി മാറുന്നു. തനിക്കിഷ്ടമുള്ള കമ്പനിക്ക് കോടികളുടെ കരാറുകൾ നൽകുവാനും നോയിഡയിലെ ഏജൻസികളെ തിരികെ കയറ്റുവാനും മിശ്ര സ്വന്തം അധികാരം ഉപയോഗിച്ചുവെന്നും ഇത് ട്രസ്റ്റിന് കനത്ത സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്നും കത്തിൽ ചമ്പത്ത് റായ് തുറന്നടിക്കുന്നുണ്ട്. കമ്മിറ്റിയുടെ അനുവാദത്തോടെ മാത്രമാണ് താൻ പ്രവർത്തിച്ചത് എന്ന് പറയുന്ന റായ് എല്ലാ അഴിമതിയുടെയും ഉത്തരവാദിത്തം മോദിയുടെ വലം കൈയായ നിപേന്ദ്ര മിശ്രയുടെ തലയിൽ വെച്ചുകെട്ടുകയാണ്. ഈ സംഭവ വികാസങ്ങൾ അയോധ്യയിൽ നടന്നുവെന്ന സംഭാവന കൊള്ളയുടെ ആഴം എത്രത്തോളമെന്ന് വ്യക്തമാക്കുന്നതാണ്. കോടിക്കണക്കിന് ഭക്തർ തങ്ങളുടെ അധ്വാനത്തിൽ നിന്നും നീക്കിവെച്ച പണം എങ്ങനെയാണ് ഭരണകൂടത്തോട് അടുത്തുള്ളവർ വീതിച്ചെടുത്തത് എന്ന് വിവരിക്കുന്ന തെളിവുകൾ ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. ഭക്തരിൽ നിന്നും പിരിച്ചെടുത്ത പണം ഉപയോഗിച്ച് നടത്തിയ ഭൂമി ഇടപാടുകളിൽ കോടികളുടെ അഴിമതി നടന്നുവെന്ന ആരോപണം നേരത്തെ തന്നെ നിലനിൽക്കുന്നുമുണ്ട്. BJP നേതാക്കളും ട്രസ്റ്റ് ഭാരവാഹികളും ചേർന്ന് തുച്ഛമായ വിലയ്ക്ക് വാങ്ങിയ ഭൂമികൾ മിനിറ്റുകൾക്കുള്ളിൽ കോടികൾക്ക് ക്ഷേത്ര ട്രസ്റ്റിന് മറച്ചുവിട്ട രേഖകൾ പുറത്തു വന്നിരുന്നു. അയോധ്യയെ പുണ്യഭൂമിയായിട്ടല്ല മറിച്ച് കോടികൾ കൊള്ളയടിക്കാനുള്ള കച്ചവട കേന്ദ്രമായിട്ടാണ് BJPയും അവരുടെ ഏജന്റുമാരും കണ്ടത് എന്നതിന്റെ തെളിവുകൾ ഇതാ നിരന്ന് കിടക്കുകയാണ്. 2026 ജൂൺ ആദ്യവാരത്തിൽ അയോധ്യയിലെ സംഭാവന പെട്ടിയിൽ നിന്നും വൻതോതിൽ പണം തിരിമറി നടന്നു എന്ന വാർത്തകൾ പുറത്തുവന്നതോടെയാണ് ആ കേസിന് തുടക്കമാകുന്നത്. വൻതോതിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഉത്തർപ്രദേശ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുകയും ഭാരതീയ ന്യായ സംഹിതയിലെയും അഴിമതി നിരോധന നിയമത്തിലെയും വിവിധ വകുപ്പുകൾ പ്രകാരം FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പണമെണ്ണുന്ന മുറിയിൽ വെച്ച് പതിവായി പണം കടത്തൽ, CCTV ദൃശ്യങ്ങളിൽ തിരിമറികൾ നടത്തൽ, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കൽ തുടങ്ങി ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് അന്വേഷണത്തിൽ വ്യക്തമായത്. അവിനാശ് ശുക്ല, തെന്നു യാദവ്, അനുകൽപ് മിശ്ര തുടങ്ങി നിരവധി ആളുകളെ കേസിൽ പ്രതി ചേർക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മാസങ്ങളോളം നീണ്ടുനിന്ന തട്ടിപ്പിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വിദേശ നാണയങ്ങളും പണവും ഇവരുടെ പക്കൽ നിന്നും കണ്ടെടുത്തു. ഭൂമി ഇടപാടുകളിൽ മിനിറ്റുകൾക്കുള്ളിൽ 2 കോടിയുടെ ഭൂമി 18 കോടിക്ക് ട്രസ്റ്റിന് മറച്ചുവിറ്റ വൻ ഭൂമി തട്ടിപ്പുകളുടെ തുടർച്ചയായിരുന്നു ഈ സംഭാവന കൊള്ളയും. അഴിമതിക്കെതിരെ സീറോ ടോളറൻസ് നിരന്തരം പ്രസംഗിക്കുന്ന മോദി സർക്കാരിന്റെ മുഖം മൂടിയാണ് അതോടുകൂടി അഴിഞ്ഞു വീഴുന്നത്. ചമ്പത്ത് റായ് രാജിവെച്ചതോടുകൂടി ഈ അഴിമതി കഥകൾ BJPയിലേക്ക് നേരിട്ടെത്തുന്ന ഒരു വാതിലായി മാറി. രാജ്യത്തെ മുഴുവൻ BJP അഴിമതി കഥകളും തുടക്കമായി ഈ അയോധ്യ സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ ഇനി ദിവസങ്ങളുടെ മാത്രം കാത്തിരിപ്പ് മതി. രാമനാമം പറഞ്ഞ് ജനങ്ങളെ വികാരഭരിതരാക്കി വോട്ട് പെട്ടിയിലാക്കുകയും അതേ രാമന്റെ പേരിൽ പിരിച്ചെടുത്ത ഫണ്ട് സ്വന്തക്കാർക്ക് വീതിച്ചു നൽകുകയും ചെയ്തതിനേക്കാൾ വലിയൊരു വഞ്ചന വേറെയില്ല. ചമ്പത്ത് റായുടെ കത്ത് വിരൽ ചൂണ്ടുന്നത് നിപേന്ദ്ര മിശ്രയിലേക്ക് മാത്രമല്ല, മിശ്രയെ അവിടെ പ്രതിഷ്ഠിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്ക് കൂടിയാണ്. അയോധ്യയിൽ നടന്നത് ഏതാനും വ്യക്തികളുടെ ക്രമക്കേടല്ല, മറിച്ച് ഭരണകൂടത്തിന്റെ തണലിൽ നടന്ന സംഘടിത കൊള്ളയാണെന്ന് വ്യക്തമാകുകയാണ്. പവിത്രമായ ഒരു നിർമ്മിതിയെ പോലും സ്വകാര്യ സാമ്പത്തിക നേട്ടങ്ങൾക്കായി ഉപയോഗിച്ച ഈ അധികാര അന്ധതയ്ക്ക് ചരിത്രവും രാജ്യത്തെ ജനങ്ങളും ഒരിക്കലും മാപ്പ് നൽകില്ല. അയോധ്യയിൽ ഉയരുന്നത് ക്ഷേത്ര ഗോപുരങ്ങൾ മാത്രമല്ല, BJPയുടെ തകർച്ചയുടെ തുടക്കം കൂടിയാണ്.